നമസ്കാരം. എസിയും ഫാനും ഒക്കെ ഫുൾ സ്പീഡിലിട്ട് കിടന്നാൽ നിങ്ങൾ വേർക്കാറുണ്ടോ? അങ്ങനെ വേർക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് എസിയുടെയോ ഫാനിന്റെയോ പ്രശ്നമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന മാട്രസിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത് കാരണം ബാക്ക് പെയിനും ഷോൾഡർ പെയിനും നെക്ക് പെയിനും ബോഡി പെയിനും അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. ഉറക്കം പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരുമാതിരിപ്പെട്ട എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു പരിഹാരം നല്ലൊരു മാട്രസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തപ്പിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാട്രസുകൾ കിട്ടും. പക്ഷെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേക്ക്ഫിറ്റിന്റെ ഒരു മാട്രസ് ആണ്. ഇതിന് മുമ്പ് ഞാൻ മാട്രസിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു മാട്രസിന്റെ, അതായത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ മാട്രസിന്റെ റിവ്യൂ ചെയ്യണമെന്ന്. അപ്പം ഇന്ന് നമ്മൾ റിവ്യൂ മാത്രമാക്കുന്നില്ല, റിവ്യൂവിനോടൊപ്പം അതിന്റെ അൺബോക്സിംഗ് തുടങ്ങുകയാണ്. ഈ ഒരു മാട്രസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടതിന് ശേഷം ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട, നേരെ അൺബോക്സിംഗിലേക്ക് കാണുക. ഇങ്ങനെ ഒരു വാക്കബിൾ പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. നോക്കിയാൽ ഇത്രയും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു മാട്രസ് റിസീവ് ആയിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാമേ. ഇത് വേക്ക്ഫിറ്റ് എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസ് ആണ്. ഓക്കെ, നമ്മൾ മാട്രസ് അൺബോക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫുള്ളി എക്സ്പാൻഡ് ആയിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ എടുക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് മാട്രസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടൊരു വേക്ക്ഫിറ്റ് മാട്രസ് തന്നെ വാങ്ങണം? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ വേക്ക്ഫിറ്റ് മാട്രസിന് 80K+ 5-star റേറ്റിംഗും ഒപ്പം 2.5 lakhs പോസിറ്റീവ് റിവ്യൂസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേക്ക്ഫിറ്റ് തന്നെ പറയുന്നത് 2 മില്യൺസിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് വേക്ക്ഫിറ്റ് മാട്രസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതിനോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സിൻ്റെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ട്രയൽ പീരീഡ് ലഭിക്കുന്നുണ്ട്. 100 നൈറ്റ്സ് നമുക്ക് ഈ മാട്രസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മാട്രസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നു, ഈ മാട്രസ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരെ ഇത് നമുക്ക് റിട്ടേൺ അടിക്കാൻ പറ്റും. നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് റിട്ടേൺ പോളിസിയാണ് ഇവർക്കുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ മാട്രസിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് 15 വർഷത്തെ വാറണ്ടി ഈ ബ്രാൻഡ് നൽകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 15 വർഷം ഒരു പ്രൊഡക്റ്റിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി എത്ര കോൺഫിഡൻറ്റോട് കൂടി ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ടാവുക. ഇതൊന്നും കൂടാതെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ഫാക്ടറിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ D2C ബ്രാൻഡാണ് ഈ വേക്ക്ഫിറ്റ് എന്ന് പറയുന്നത്. D2C ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ, അതായത് ഇത് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു, അതിനുശേഷം ഡയറക്റ്റ് ഇത് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണമുണ്ട്. ഈ മിഡിൽ മാൻ പരിപാടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള കമ്മീഷൻ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ കമ്മീഷൻ പോകുന്ന പരിപാടിയൊന്നുമില്ല. പ്രൊഡക്റ്റിന് അവർ എത്ര രൂപയാണോ വിലയിടുന്നത് അത് മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് വേക്ക്ഫിറ്റ് മാട്രസ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 3 ലേയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. 3 ലെയറായിട്ടാണ് ഈ മാട്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ ഓരോ ലേയേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഔട്ടർ ലെയർ നമുക്ക് ഇതേപോലെ തുറക്കാനായിട്ട് പറ്റുന്നതാ ഇങ്ങനെ. ഓക്കെ, ഇനി ഇതിനകത്താണ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേയേഴ്സ് വന്നിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ആദ്യത്തെ ലെയർ 100% നാച്ചുറൽ ലേറ്റക്സ് ആണ്. 25 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ മാട്രസിൻ്റെ ഹീറോ ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കൂളിംഗ് ഒക്കെ ഈ മാട്രസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ലെയറാണ്. തല മുതൽ പാദം വരെയുള്ള 7 എർഗണോമിക് ഏരിയാസിൽ പ്രോപ്പറായിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ ഒരു ലെയറാണ്. അതായത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലെയറാണ് ഈ ഫസ്റ്റ് ലെയർ. അതായത് ഇതൊരു ആൻറ്റി ഹീറ്റ് ട്രാപ്പിംഗ് ലെയറാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും നല്ല കൂൾ ആയിട്ട് നമുക്ക് ഇതിൽ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. സെക്കൻഡ് ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം ആണ്. 2.75 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഈ ഒരു സെക്കൻഡ് ലെയറിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൺസ് ഫീലൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഈ ലെയറാണ് ബോഡി മൂവ്മെൻറ്റ്സ് അഡാപ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ലെയറാണ്. 2 പേര് ഇപ്പോൾ ഈ മാട്രസിൽ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ട്, അടുത്ത് കിടക്കുന്ന നമുക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സെക്കൻഡ് ലെയറാണ്. മൂന്നാമത്തെ ലെയറിൽ ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാട്രസിന്റെ ഡ്യൂറബിലിറ്റി അതേപോലെ ഇതിന്റെ സ്റ്റെബിലിറ്റി എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ലെയറാണ്. അതിനോടൊപ്പം ഈ മാട്രസിന്റെ ഷേപ്പ് ഇതേപോലെ തന്നെ കുറേ അധികം കാലം നിലനിർത്താനായിട്ട് ഈ മൂന്നാമത്തെ ലെയർ സപ്പോർട്ട് ചെയ്യും. അപ്പം മൊത്തത്തിൽ ഈ 3 ലെയറുകളുടെ ഒരുമിച്ചുള്ള വർക്ക് കാരണം ഈ മാട്രസിന്റെ ആയുസും കൂടും, ഇതിന്റെ കംഫോർട്ടും കൂടും. അങ്ങനെ നമുക്കിത് വളരെ നാൾ
ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഔട്ടർ ലെയർ എയ്റോടെക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ലെയർ ആണ്. അതേപോലെ ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ലെയർ, അതായത് അലർജി ഒക്കെ ഉള്ളവർക്കും ഈ മാട്രസ് യൂസ് ചെയ്യാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇതിലധികം പൊടിയൊന്നും തിങ്ങി നിൽക്കുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഔട്ടർ കവറാണ്. ഇത് നമുക്ക് ഊരിയെടുത്ത് മെഷീൻ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഈ കവറിങ്ങും വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ മാട്രസിന്റെ തിക്നെസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക ആളുകളും മാട്രസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ആണ് നോക്കുന്നത്. എത്ര രൂപയ്ക്കാണ് ഈ മാട്രസ് കിട്ടുന്നത്, എത്രയും വില കുറച്ച് വാങ്ങാമോ അത്രയും വില കുറച്ച് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. പക്ഷെങ്കിലും മാട്രസിന്റെ തിക്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വെയിറ്റിനനുസരിച്ചായിരിക്കണം തിക്നെസ് സെലക്ട് ചെയ്യേണ്ടത്. 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച് അങ്ങനെ പല സൈസ് വേരിയന്റുകൾ മാട്രസിൽ വരുന്നുണ്ട്. ഒരു 6 ഇഞ്ച് മാട്രസ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80 kg താഴെയാണ് നിങ്ങളുടെ വെയിറ്റ്, ഒരാൾ മാത്രമേ മാട്രസ് യൂസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചിന്റെ മാട്രസ് നോക്കാം. ഇനി 80 kg എബോവ് ആണ് നിങ്ങളുടെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 8 to 10 ഇഞ്ചിന്റെ മാട്രസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി അതേ മാട്രസിൽ 2 പേരാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ 10 ഇഞ്ചിന്റെ മാട്രസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ആ സ്ലീപ്പിന്റെ കംഫോർട്ടിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മാട്രസ് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കംഫോർട്ട് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിക്നെസ് മാട്രസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം വാങ്ങാനായിട്ട്. ഇനി ഈ മാട്രസ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഉറക്കം നമുക്ക് ഈ ഒരു മാട്രസിൽ കിട്ടും. അതേപോലെ തന്നെ സ്വെറ്റിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം അത് ഈ ഒരു മാട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില മാട്രസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AC ഇട്ടെന്ന് പറഞ്ഞാലും ഫാൻ ഇട്ടെന്ന് പറഞ്ഞാലും നമ്മളെ വേർക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇത്രയും വേർക്കുന്നത്, ഇതെന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മാട്രസ് ആണ്. പലരും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാട്രസിൽ നമുക്ക് ഒരു പരിധി വരെ നല്ല കൂളിംഗ് കിട്ടും. അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പും ഈ ഒരു മാട്രസിൽ കിട്ടും. ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാട്രസ് ആണ്. സോഫ്റ്റുമാണ്, എന്നാൽ നല്ല ടൈറ്റുമാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല, നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ബോഡി പെയിൻ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോ മാട്രസ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ഒരു ഓർത്തോ മാട്രസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോയുടെ കണ്ടു നോക്കാം. ചില കേസിൽ നമുക്ക് ഓർത്തോ മാട്രസ് ആവശ്യമായിട്ട് വരും, ചില കേസിൽ നമുക്ക് ഈ മാട്രസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഏത് മാട്രസ് വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ മാട്രസ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ മാട്രസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മാട്രസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 33 സിറ്റീസിൽ 97 സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ഈ മാട്രസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനും അതിനുശേഷം പർച്ചേസ് ചെയ്യാനും സാധിക്കും. സ്റ്റോർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അത് ഈസിയാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ സ്റ്റോർ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റോർ ഫൈൻഡ് ചെയ്യാം. കേരളത്തിലും പലയിടത്തായിട്ട് സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ മാട്രസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9300 രൂപ മുതലാണ്. അപ്പം ഇതിന്റെ പ്രൈസ് ഇതിലും കൂടിയാണ് വരുന്നത്. ഇതിൽ ഓരോ ഫീച്ചേഴ്സും ഇതിന്റെ സൈസിന്റെ ഒക്കെ അനുസരിച്ചായിരിക്കും പ്രൈസ് കൂടുന്നത്. അപ്പം ബോഡി പെയിൻ, ഉറക്കമില്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം മാട്രസ് ആണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല മാട്രസ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വേക്ക് ഫിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റുകൾ കിട്ടുമെന്നുള്ളതാണ്. അതിനോടൊപ്പം 100 നൈറ്റ്സിന്റെ ഫ്രീ ട്രയൽ, 15 ഇയേഴ്സിന്റെ വാറണ്ടി, നല്ല റിവ്യൂ, നല്ല റേറ്റിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാട്രസിൽ ഒത്തുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മാട്രസ് ആണ് നോക്കി നടന്നെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ്, റിവ്യൂ ഒക്കെ ഞാൻ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആദ്യം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ മറക്കാവുന്ന ക്ലിക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.